ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ തലയിൽ ഭയങ്കര താരന് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ, മുടിക്കൊഴിച്ചിലൊക്കെ. അപ്പം അതിനൊക്കെ ഒരു ചെറിയൊരു നാടൻ പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഒരു നാടൻ സ്റ്റൈലിലൊരു എണ്ണ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പക്ക നാച്ചുറൽ സാധനമാണ്. ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകണം കേട്ടോ. സോ എനിക്കിത് യൂസ് ചെയ്ത് വർക്കൗട്ട് ആയ സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളിത് ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. സോ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പക്ക നാച്ചുറൽ സാധനങ്ങളാണ്. നമ്മൾ സാധാരണ വീടുള്ള കരിയാപ്പില, അതുപോലെ തന്നെ തുളസി, അതുപോലെ തന്നെ ജസ്റ്റ് നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ ഉലുവ, ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സാധനങ്ങൾ കേട്ടോ. സോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തീ കത്തിക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിവിടെ ലാമ്പേ ഉള്ളൂ, അപ്പോൾ നമ്മളുള്ള വെച്ച് അടിച്ച് ചെയ്യുന്നുണ്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ടോ. അപ്പം നമ്മൾ അടുത്ത എണ്ണ ഒഴിക്കാൻ പോകണേ. അപ്പം നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, നമുക്ക് എന്തായാലും നോക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ നമ്മൾ എണ്ണ ജസ്റ്റ് ചൂടാക്കുകയാണ്. എണ്ണ തെളിക്കുന്ന ഒച്ചരം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും എണ്ണ ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാല് ഭാഗം, നിങ്ങളിപ്പോൾ എത്ര എണ്ണയാണ് എടുക്കുന്നത് എണ്ണയുടെ അളവിന് ഇടണം കേട്ടോ. ആ എണ്ണയുടെ അളവിന് കാല് ഭാഗം, എത്ര എണ്ണയാണ് എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം ഇടുക, ഉലുവ ഇടുക. ഓക്കെ, ഇനി ആ ഉലുവ ഇട്ട് ശേഷം ഒന്ന് ഇളക്കുക. ഇനി ഉലുവ പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കടുക് പൊട്ടുന്ന പോലെ തന്നെ ഉലുവ പൊട്ടും കേട്ടോ. ഗൈസ്, അപ്പോൾ ഉലുവയുടെ കളറ് മാറുന്നതനുസരിച്ച് നമ്മൾ നോക്കണം കേട്ടോ. ഒരുപാട് കരിഞ്ഞു പോകല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. അതിൻ്റെ കളർ ഏകദേശം മാറാറാകുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പില ഇടണം കേട്ടോ. കരിയാപ്പിലയും തുളസിയും കൂടി ഇടണം കേട്ടോ. ഒരുപാട് ഉലുവ കരിയിച്ച് കളയല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കരിയാപ്പില, അതുപോലെ തന്നെ തുളസി, നമ്മൾ തുളസി ഇടാണ് കേട്ടോ. ഒരു നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. അത് ശേഷം നമുക്കിനി ഇളക്കാം കേട്ടോ. നമ്മളിതെല്ലാം കൂടി മിക്സാക്കി ഇളക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഇളക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് ഇതൊന്ന് വെട്ടിത്തിളയ്ക്കുമ്പം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിത് ഒന്ന് വെട്ടിത്തിളച്ചപ്പം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഉച്ചയായതുകൊണ്ടാണ് തീ കാണുന്നില്ല. അപ്പം നമ്മൾ ഓൾറെഡി ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഉച്ചയായതുകൊണ്ടാണ് തീ കാണാത്ത കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഒരു ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോൾ നമുക്കിതെടുത്ത് വേറൊരു ബോട്ടിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ലെവലിൽ നമ്മൾ നാളെ വൈകുന്നേരം വരെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണം. ഇത് കണ്ടല്ലോ, വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ ചെയ്തേക്കണം കേട്ടോ. ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കെമിക്കൽ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീട്ടിലൊക്കെ ഒരുപാട് എന്താ പറയുക, വലിയ എക്സ്പെൻസീവ് അല്ല ഇത്. സോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നല്ല തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം താരനും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ നല്ല മുടിക്ക് നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നാളെ ഒരു 4 മണി വരെ ഏകദേശം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 4 മണിയാകുമ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റാം. 24 hours later. ഇനി നമ്മുടെ ഹെയർ ഓയിൽ ഒരു നല്ല അടിപൊളി ബോട്ടിലേക്ക് മാറ്റണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ബോട്ടിൽ നോക്കി, ഒരുപാടൊന്നും തപ്പേണ്ട വന്നില്ല. പെട്ടെന്ന് തന്നെ അടിപൊളി ഒരു നല്ല ഷേപ്പിലൊരു നല്ലൊരു ബോട്ടിൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഹെയർ ഓയിൽ മാറ്റാം കേട്ടോ. നമുക്ക് ഇനി ആ ഓയിലൊന്ന് ജസ്റ്റ് പ്യൂരിഫൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ ജസ്റ്റ് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല ഓയിൽ, നല്ല പ്രോപ്പർ ഓയിലായിട്ട് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ.
ജസ്റ്റ് അതിന് നമുക്കൊരു വെള്ള ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, മൊത്തം പോകത്തില്ല, എന്നാലും ഏകദേശം ഒന്ന് ക്ലിയർ ആയി കിട്ടും. പിന്നെ നമുക്ക് ആ അരിപ്പ വെച്ച് ഒന്ന് ക്ലിയർ ചെയ്യേണ്ടി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ചോർപ്പുണ്ടെങ്കിൽ ചോർപ്പ് വെച്ച് മാറ്റാം. ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ബോട്ടിലിൻ്റെ ഒരു സാധനം ഞാൻ കണ്ടിച്ചിട്ട് ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ചോർപ്പ് പോലെ ആക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് വളരെ കറക്റ്റായിട്ട് തന്നെ ആ ബോട്ടിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് ഇതേപോലെ ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. ഗൈസ്, അപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം ഇത് കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്യുക, എന്നിട്ട് കുളിക്കുക കേട്ടോ. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ താരൻ, എന്താ പറയുക, കട്ടയ്ക്കുള്ള താരനൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ മുടിയൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വളരുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.